ഹായ് എവരിവൺ, ഐപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ തിരുവിതാംകൂർ LD ക്ലർക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ? തൊട്ട് മുൻപ് നടന്ന പരീക്ഷയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ, ഇപ്പം നിലവിൽ വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏകദേശം 124ഓളം ഒഴിവുകൾ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, അതായത് LD ക്ലർക്ക് എന്ന പോസ്റ്റിന് വേണ്ടി മാത്രം 124ഓളം ഒഴിവുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ 124 ഒഴിവ് നിലവിലുണ്ട്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ ഒഴിവുകൾ പൂർണ്ണമായും നികത്താനായില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1.5 വർഷമായപ്പോഴേക്ക് റാങ്ക് പട്ടിക റദ്ദായി. 135 പേർക്ക് അതിൽ നിന്നും നിയമന ശുപാർശ അയച്ചു. മുഖ്യ പട്ടികയിൽ എല്ലാവർക്കും നിയമന ശുപാർശ ലഭിച്ചു. EWS സപ്ലി 1, ഈഴവ സപ്ലി 1, SC സപ്ലി 1, ST സപ്ലി 3, OBC സപ്ലി 2, ധീവര സപ്ലി 1, വിശ്വകർമ്മയും ഹിന്ദു നാടാരും OC വരെ എന്നിങ്ങനെയാണ് മറ്റ് സംവരണ വിഭാഗം നിയമനമില്ല. അപ്പോൾ ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നൊക്കെ ഇവരെയൊക്കെ എടുത്തിട്ടുണ്ട്. മെയിൻ ലിസ്റ്റ് കടന്നിട്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ആളെ എടുത്തിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി ലഭിച്ചു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ലിസ്റ്റിൽ ഇടം നേടിയ എല്ലാവർക്കും ജോലി ലഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 മെയ് 3-നാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത്. 2024 ഡിസംബർ 30 രാങ്ക് പട്ടിക റദ്ദായി. ഈ ഒരു 1.5 വർഷ കാലയളവിൽ 50 വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് വന്ന ആ നോട്ടിഫിക്കേഷനിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 135 പേർക്ക്, അതായത് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെടെ 135 പേർക്ക് അഡ്വൈസ് പോയ ഒരു പരീക്ഷയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മുൻപ് നടന്ന ആ പരീക്ഷയെ പറ്റി നമുക്ക് നോക്കാം. 2022-ലായിരുന്നു ആ നോട്ടിഫിക്കേഷൻ വന്നത്. വേക്കൻസി 50 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. എന്നാൽ 1.5 വർഷം കൊണ്ട് 135 അഡ്വൈസ് അയക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. റാങ്ക് ലിസ്റ്റ് 2023 മെയ് 3-ന് വന്നതാണ്. 2024 ഡിസംബർ 30 ആയപ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ ഒരു ഏകദേശ ചിത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. നോക്കൂ, അവിടെ ഉണ്ടായിരുന്ന കട്ട് ഓഫ് 51 മാർക്കായിരുന്നു നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഉണ്ടായിരുന്നു 132ാമതുണ്ടായിരുന്ന വ്യക്തിയുടെ മാർക്കാണ് 51.03 എന്ന് പറയുന്നത്. 51 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. ഈ 132 കടന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും കൂടെ ആളെ എടുത്ത് 135 അഡ്വൈസോളം പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്തിനാന്ന് ചോദിച്ചാൽ, ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും ജോലിയിലേക്ക് എത്തിച്ച, അതായത് മെയിൻ ലിസ്റ്റിലുണ്ടെന്ന് എല്ലാവർക്കും ജോലി ലഭിക്കുക, സപ്ലിമെന്ററി ലിസ്റ്റിനുള്ളവരെ കൂടി ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ ആ ഒരു പരീക്ഷയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനകത്ത് 124ഓളം വേക്കൻസികൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസിയോടുകൂടി വരുന്ന ഈ പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കുന്നിടത്തോളം എന്തായാലും 124 പുറത്ത് അഡ്വൈസ് എന്തായാലും പോകും എന്നുള്ള കാര്യം വിട്ടുപോകരുത്. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏകദേശം 50 വേക്കൻസി എന്ന് പറയുന്നത് ഇരട്ടിയിലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ചിലപ്പോൾ ഇൻ കേസ് വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 200ഓളം അഡ്വൈസുകളെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഓർക്കുക, ഐപ്ലസിന്റെ ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ ടച്ച് വിടാതെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് നമുക്ക് സുഖമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഈ ഒരു അവസരത്തിൽ ഐപ്ലസിന്റെ കോഴ്സ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് കമ്പാനിയനായിരിക്കും. നല്ല ഒന്നാം തരം ക്ലാസ്സുകൾ, അതുപോലെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നോട്ട്സും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും എല്ലാമായിട്ടൊരു സമ്പൂർണ്ണ പാക്കേജ് ആയിരിക്കും ഐപ്ലസിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.